നമസ്കാരം. റഫായിലെ സൈനിക നടപടിയിൽ കർശന നിലപാടുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. റഫായിൽ സൈനിക നടപടി ഉണ്ടായാൽ ഒരു കാരണവശാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത് എന്നാണ് ബൈഡൻ്റെ ആവശ്യം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലുമായി ധാരണയിലേർപ്പെട്ട ആയുധങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കും എന്നുള്ളതാണ് ബൈഡൻ്റെ മുന്നറിയിപ്പ്. അതേസമയം തങ്ങൾ ഇസ്രായേലിന് പ്രതിരോധ സാമഗ്രികൾ നൽകുന്നത് നിർത്തിവെക്കില്ല എന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ആ പ്രതിരോധ സാമഗ്രികളെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളാണ് എന്നാണ് ജോ ബൈഡൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ തടയാൻ മാത്രം സഹായിക്കുന്ന തരത്തിലുള്ള സൈനിക സഹായമായിരിക്കും തങ്ങൾ നൽകുക. അതല്ലാതെ അമേരിക്ക നൽകുന്ന അതിപ്രഹര ശേഷിയുള്ള ബോംബുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഒരു കാരണവശാലും റഫായിലെ സാധാരണ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് CNN നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA തലവൻ തന്നെ ഇപ്പോൾ നേരിട്ട് ഇസ്രായേലിലെത്തി അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തുന്നത് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കാനാണ് എന്നുള്ളത് ഏതാണ്ട് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു മാധ്യമത്തിന് നൽകുന്ന അഭിമുഖത്തിൽ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇസ്രായേലിലെ ഹമാസിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹമെന്ന് ബൈഡൻ വീണ്ടും വ്യക്തമാക്കുന്നു. അതേസമയം അതിൻ്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ദോഷം വരരുതെന്നും ജനങ്ങൾക്ക് ദുരന്തം ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രവൃത്തികളും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് ഇപ്പോൾ ബൈഡൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ശരിക്കും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. കാരണം റഫായിൽ ആക്രമണം നടത്താതെ ഹമാസിൻ്റെ തീവ്രവാദ നേതാക്കളെ പിടികൂടാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവരൊക്കെ തന്നെ അവിടെ ജനവാസ മേഖല ജനങ്ങൾക്കിടയിലാണ് താമസിക്കുന്നത്. ചിലരാകട്ടെ ജനവാസ മേഖലയിൽ തന്നെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ആക്രമണം നടത്താതെ ഇവരെ പിടികൂടാൻ കഴിയുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഹമാസ് തീവ്രവാദികളാകട്ടെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയും ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെയും മുന്നിൽ നിർത്തിയാണ്, അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തിയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്നത്. ഇവരെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം ഇവരുടെ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്നാൽ തീർച്ചയായും അവിടെ സാധാരണക്കാരായ ജനങ്ങൾ നിരവധി പേർ കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇസ്രായേലിനെ കൊലയാളിയുടെ സംഘമാക്കി ചിത്രീകരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഹമാസും മറ്റ് തീവ്രവാദ സംഘങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന് കനത്ത തിരിച്ചടി നൽകി തുടങ്ങിയതായി ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ താവളങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ വ്യോമസേന കനത്ത തോതിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇപ്പോൾ ജോ ബൈഡൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിനെ കാണാൻ. അമേരിക്ക 200 പൗണ്ട് ബോംബുകളാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ഇവ ഉപയോഗിച്ച് ഹമാസ് തീവ്രവാദികളെ ഹിസ്ബുള്ളയെല്ലാം നേരിടാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഇത് ഒരു കാരണവശാലും ജനവാസ മേഖലകളിൽ പ്രയോഗിക്കരുത് എന്നുള്ളതാണ് അമേരിക്കയുടെ കർശന നിർദ്ദേശം. ഇവയിൽ ഏതെങ്കിലും ഒരു ബോംബ് റഫായിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ സ്ഫോടനമുണ്ടാക്കിയാൽ ഇസ്രായേൽ അതിന് സമാധാനം പറയേണ്ടി വരും എന്നുകൂടി ജോ ബൈഡൻ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന് വൻതോതിലുള്ള ആയുധങ്ങൾ നൽകിയതിൻ്റെ പേരിൽ ജോ ബൈഡൻ ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും അതിശക്തമായ വിമർശനമാണ് നേരിടുന്നത്. അവരെല്ലാം പ്രതിരോധിക്കണമെങ്കിൽ ജോ ബൈഡനെ സംബന്ധിച്ച് ഇക്കാര്യത്തിലൊരു നിലപാട് കർശനമായി തന്നെ എടുക്കേണ്ടി വരും. ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അല്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇതെല്ലാം തന്നെ ബൈഡനെ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള ആ തിരിച്ചറിവിൽ നിന്ന് കൂടിയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രസ്താവന നടത്താൻ ബൈഡൻ തയ്യാറായിരിക്കുന്നത് എന്നാണ് കരുതേണ്ടത്.